സ്മോക്കിംഗ് ഒഴിവാക്കണോ? അതിന് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് നാസ്റ്റ്, ന്യൂറോ അസോസിയേഷൻ ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക്. ഇതിന് 3 സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഫസ്റ്റ് സ്റ്റെപ്പ്, ഐഡൻറ്റിഫൈ ദ ട്രിഗർ. നിങ്ങളെ സ്മോക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന കാര്യം എന്താണെന്നുള്ള കാര്യം ആദ്യം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ അത് ഓഫീസിലെ അല്ലെങ്കിൽ വീട്ടിലെയോ സ്ട്രെസ് ആകാം. രണ്ടാമത്തെ സ്റ്റെപ്പ്, പോസിറ്റീവ് വിഷ്വലൈസേഷൻ. ഇൻ കേസ് നിങ്ങൾ സ്മോക്ക് ചെയ്തിട്ടില്ല, ആ കാശ് ഉപയോഗിച്ച് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് നിങ്ങളൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുന്നത് ഒരു പോസിറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഇനി സ്മോക്ക് ചെയ്യണം എന്നുള്ള ട്രിഗർ വരുമ്പോൾ നിങ്ങളുടെ വേണ്ടപ്പെട്ട ഒരാൾക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുന്നത് പോസിറ്റീവായിട്ട് വിഷ്വലൈസ് ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പ്, റിവാർഡ് യുവർ സെൽഫ്. നമ്മുടെ ഒരു ബിഹേവിയർ ഹാബിറ്റായി മാറുന്നത് റിവാർഡിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ 1 മണിക്കൂർ നിങ്ങൾ സ്മോക്ക് ചെയ്യാതിരിക്കുകയാണെങ്കിൽ യു റിവാർഡ് യുവർ സെൽഫ് വിത്ത് 10 rupees. അല്ലെങ്കിൽ ഒരു ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങി വെക്കുക. 1 മണിക്കൂർ നിങ്ങൾ സ്മോക്ക് ചെയ്യുന്നില്ല എങ്കിൽ ആ ഡാർക്ക് ചോക്ലേറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളൊരു കണ്ടീഷൻ വെക്കുക. ഓർക്കുക, ഇങ്ങനെ റിവാർഡിന് വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യുന്നതും വളരെ പോസിറ്റീവ് ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ള ഐറ്റം ആയിരിക്കണം. ഈ 3 സ്റ്റെപ്സ് ഉള്ള ന്യൂറോ സയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള നാസ്റ്റ് ടെക്നിക്ക് യൂസ് ചെയ്യുക. സ്മോക്കിംഗ് മാത്രമല്ല, ഇതുപോലെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഏത് ബിഹേവിയറും നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. ഈ ടെക്നിക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക ആൻഡ് ഗീവ് യുവർ ഫീഡ്ബാക്ക്.